സി എക്സാംസ് തുടങ്ങാനായി. നോക്കണ്ട, നല്ല ടഫായിരിക്കും, പേപ്പർ ലെങ്തി ആയിരിക്കും, നിങ്ങൾ പൊട്ടാൻ പോവാണ്. ഈ മൈൻഡ് സെറ്റോട് കൂടി വേണം പോകാൻ. സാറേ നിങ്ങൾ എന്താ പറഞ്ഞുകൊടുക്കണത്? ഇത്രയും കാലങ്ങൾ പറഞ്ഞതൊന്നുമല്ലല്ലോ. എന്നെ സി എ എക്സാംസ് ക്ലിയർ ചെയ്യാൻ എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്ന എൻ്റെ പല ഫാക്കൽറ്റി എന്നോട് ഷെയർ ചെയ്ത ടിപ്സിൽപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിരുന്നു. നമ്മൾ പ്രിപ്പറേഷൻസ് എല്ലാം മാക്സിമം നമ്മൾ ചെയ്യണം, പക്ഷേ നമ്മൾ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ നല്ല ലോ ആക്കി വെക്കണം. ആ ഒറ്റ ഫാക്ടറെ നമ്മൾ ത്രൂ ഔട്ട് ഈ എക്സാംസ് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റേഷൻസ് ലോ ആണെങ്കിൽ പിന്നെ വാട്ട് എവർ ഹാപ്പൻസ് വിൽ ബി ഹാപ്പി വിത്ത് ദാറ്റ്. നമ്മൾ ഏറ്റവും പേഴ്സൺ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കണം. എസ്പെഷ്യലി ഫസ്റ്റ് എക്സാം ബി പ്രിപ്പയർഡ്. നല്ല ലെങ്തി ആയിരിക്കും, ട്രിക്കി ആയിരിക്കും. ആൻഡ് പലപ്പോഴും റിസൾട്ട് വരുമ്പോൾ കാണാറുള്ളത് സ്റ്റുഡൻസ് ഫസ്റ്റ് എക്സാമിലല്ല പൊട്ടാറ്, പക്ഷെ ഫസ്റ്റ് എക്സാം അവർ വിചാരിച്ച പോലെ എഴുതാൻ പറ്റാത്ത പിന്നെ ഉള്ള ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് കാരണം അവർ റിമൈനിങ് എക്സാംസ് അഫക്റ്റഡ് ആവുന്ന സിറ്റുവേഷൻസ് ആണ് ഉണ്ടാവാറുള്ളത്. സോ ബി പ്രിപ്പയർഡ്. ഫസ്റ്റ് എക്സാം ICA ചിലപ്പോൾ നിങ്ങളെ ടോട്ടൽ മൈൻഡ് സെറ്റ് തന്നെ നിങ്ങളെ ടോട്ടലി ഇമോഷണൽ ഡാമേജ് ഒക്കെ ആക്കിയിട്ട് പൊളിച്ച് കൈ തരും. വാട്ട് ആർ യു സപ്പോസ് ടു ഡു? കുറച്ച് ബേസിക് ടിപ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, നിങ്ങളെ ഫസ്റ്റ് എക്സാമിന് നിങ്ങൾ കുറച്ച് നേരത്തെ എക്സാം ഹാളിൽ എത്തുക. മേക്ക് ഷുവർ യു ആർ ഫെമിലിയർ വിത്ത് ദ പ്ലേസ്. നിങ്ങളെ ക്ലാസ് റൂം ഏതൊക്കെ, ഹാൾ നമ്പറൊക്കെ, മറ്റേ നിങ്ങളെ റോൾ നമ്പറൊക്കെ എഴുതിയിട്ടുള്ള ആ ബോർഡ് കാര്യങ്ങളൊക്കെ എവിടെ, എല്ലാം ഫെമിലിയർ ആക്കുക. അത് ലാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾ പോയി എക്സാം സെൻറ്റർ മാറിപ്പോയി ഹറിബറിയായി ആ പാനിക്ക് ഈ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞത്. ഫസ്റ്റ് എക്സാമിന് കുറച്ച് നേരത്തെ എത്താൻ നോക്കുക. എക്സാം ഹാളിൽ എത്തി നിങ്ങളെ പരിചയമുള്ള ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടാവും. നിങ്ങൾക്ക് ആരും അറിയില്ല. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. നേരെ നമ്മൾ എന്ത് പരിപാടിക്കാണോ പോയത് അത് പോവുക, തീർക്കുക, പോരുക. വൈ ആം ഐ സേയിങ് ദിസ്? ആ ലാസ്റ്റ് മൊമെൻറ്റ്, അൺലെസ് യു നോ യുവർ ഫ്രണ്ട്സ് വെരി വെൽ, അവരെന്താ പറയാൻ പോകുന്നത്, ഇൻ ദാറ്റ് കേസ് ഓക്കെ. അതല്ലെങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് ഒരുപാട് ഒപ്പീനിയൻസ് വരും. അത് പഠിച്ചോ, ഇത് പഠിച്ചോ, ഈ മെറ്റീരിയൽ നോക്കിയോ, അത് നോക്കിയോ. മോസ്റ്റ് ഓഫ് ദ ടൈം പാനിക് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുള്ളൂ. യെസ്, എക്സെപ്ഷണൽ കേസസിൽ ചിലപ്പോൾ അത് കാരണം ബെനിഫിറ്റ് ഉണ്ടാവാറുണ്ട്. ലാസ്റ്റ് മൊമെൻറ്റിൽ പറഞ്ഞ ആ ഒരു പോയിന്റ് നോക്കിയതുകൊണ്ട് അത് എക്സാമിൽ വന്നു, അങ്ങനെയൊക്കെ റെയർലി. ബട്ട് അതർവൈസ് ഇതിൻ്റെയൊക്കെ പലപ്പോഴും ഡ്രോബാക്സ് ആണ് ബെനിഫിറ്റിനേക്കാൾ കൂടുതൽ ഉണ്ടാവാറുള്ളത്. സോ ദിസ് ഇസ് ദ ടൈം വെൻ യു നീഡ് യുവർ ഓൺ ടൈം. നമ്മൾ ഇഫ് പോസിബിൾ നമുക്കിപ്പോൾ 1:45 കൂൾ ഓഫ് ടൈം എങ്കിൽ കുറച്ച് നേരത്തെ തന്നെ എക്സാം ഹാളിൽ പോയിട്ട് അവിടെ കാമായിട്ട് സെറ്റിലായിട്ട് പോയിരിക്കുക. എന്തൊക്കെയാണ് നിങ്ങൾ ക്യാരി ചെയ്യേണ്ട ഫാക്ടേഴ്സ്? ബ്ലാക്ക് പെൻ, ഒന്നൊന്നുമല്ല, രണ്ടൊന്നുമല്ല, കുറച്ച് എക്സ്ട്രാ പെണ്ണ് കയ്യിൽ വെക്കുക കേട്ടോ. ഇഫ് പോസിബിൾ നിങ്ങൾ ഇതുവരെ എഴുതി ഫെമിലർ ആയിട്ടുള്ള അതേ പെണ്ണ് നിങ്ങൾ കയ്യിൽ കൊണ്ടുവെക്കുക. കാരണം അതേപോലെ തന്നെ കാൽക്കുലേറ്റർ, 12 ഡിജിറ്റ് 2 മെമ്മറി ഉള്ള കാൽക്കുലേറ്റർ മാക്സിമം അതൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ അലൗഡ് അല്ല, സ്പെഷ്യൽ കേസുള്ള കാൽക്കുലേറ്റേഴ്സ് അലൗഡ് അല്ല. അതും നിങ്ങൾ യൂസ് ചെയ്ത് ഫെമിലർ ആയിട്ടുള്ള അതേ കാൽക്കുലേറ്റർ കൊണ്ടുപോവുക. ഇഫ് പോസിബിൾ 2 എണ്ണം വെക്കുക. അഥവാ ഒന്ന് ബാറ്ററി തീർന്നാലോ എന്ന് പറഞ്ഞ് ചിലപ്പോൾ തമാശയായിട്ട് തോന്നുമെങ്കിൽ ഇത് എൻ്റെ ഫാക്കൽറ്റിക്ക് എന്നോട് പറഞ്ഞിരുന്നു. അവർ പറഞ്ഞതുകൊണ്ട് ഞാൻ അനുസരിച്ച് എക്സാം ഹാളിൽ പോയപ്പോൾ എൻ്റെ കാൽക്കുലേറ്ററിൻ്റെ ബാറ്ററി തീർന്നു. ആൻഡ് ഐ എം എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ടുഡേ ബിക്കോസ് ഐ ഹാഡ് എ സെക്കൻഡ് കാൽക്കുലേറ്റർ. സോ ഇത്രയും എഫേർട്ട് ഇട്ട് പഠിച്ചതാണ്. ജസ്റ്റ് ഒരു പെന്ന് കൊണ്ടുപോയില്ല, കാൽക്കുലേറ്റർ കൊണ്ടുപോയില്ല, ഈ പേരും പറഞ്ഞിട്ടൊന്നും പൊട്ടാൻ നിൽക്കില്ല. പൊട്ടാണെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് പൊട്ടി. പെന്ന്, കാൽക്കുലേറ്റർ, ഹാൾ ടിക്കറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഹാൾ ടിക്കറ്റ് വേറെ എന്ത് ഫാക്ടേഴ്സ് ഇല്ലെങ്കിലും നമ്മുടെ കയ്യിൽ കുഴപ്പമില്ല. ഇത്രയും ഫാക്ടേഴ്സ്. നിങ്ങൾ എക്സാം ഹാളിൽ പോയി, കൂൾ ഓഫ് ടൈം, ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറിയാണ്. അത് കൂൾ ഓഫ് ടൈമിൽ വായിച്ച് ടൈം വേസ്റ്റ് ചെയ്യാൻ നിൽക്കില്ല, അതെന്തായാലും എഴുതണം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് നിങ്ങളെ മൈൻഡ് സെറ്റ് ആക്കുക. നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ബി പ്രിപ്പയർഡ്. കൂൾ ഓഫ് ടൈമിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് നിങ്ങൾക്ക് വായിക്കാനുള്ള ടൈം ഉണ്ടാവില്ല. ICAയുടെ ഇപ്പോഴത്തെ ട്രെൻഡ് പ്രകാരം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലാണ്, ഓരോ ക്വസ്റ്റിനും മാർക്ക് കുറവാണ്. അപ്പോൾ എല്ലാം വായിച്ച് തീർക്കൽ പോസിബിൾ ആവില്ല. ഒരു റാൻഡം ഓടിച്ച് വിട്ടിട്ട് പെട്ടെന്ന് ആ ഡിസിഷനിലെത്താം നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യാൻ പോണത് എന്നുള്ളത്. വൺസ് ദാറ്റ് ഇസ് ഡൺ, നിങ്ങൾ 2 o'clock ആയി, ആൻസർ ഷീറ്റ് കിട്ടി. ആൻസർ ഷീറ്റ് ഫസ്റ്റ് പേജ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് തന്നെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. എനിക്കിപ്പോഴും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് മെസ്സേജസ് ഒന്നും കൊടുക്കുന്നത് കൂൾ ഓഫ് ടൈമിൽ ആൻസർ ഷീറ്റിലെ ഫസ്റ്റ് പേജ് ഫില്ല് ചെയ്യാൻ പറ്റുമോ, അത് ടൈം വേസ്റ്റ് അല്ലേ, റോൾ നമ്പർ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാം. അല്ല, പറ്റൂല. നിങ്ങൾക്ക് 2 o'clock അടുപ്പിച്ച് കുറച്ച് മുന്നേ കയറ്റി നിങ്ങൾ ആൻസർ ഷീറ്റ് നിങ്ങളെ കയ്യിൽ കിട്ടുള്ളൂ. ഇനി നമുക്ക് മെയിൻ ആൻസേഴ്സ് എഴുതിയിട്ട് അത് ലാസ്റ്റ് ഫില്ല് ചെയ്തൂടെ? അവിടെ പലപ്പോഴും പല കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ വിട്ടു പോണ കേസസും എനിക്ക് പരിചയമുള്ള കേസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ യെസ് ഡെഫിനറ്റ്ലി 100 മാർക്സിന് അറ്റൻഡ് ചെയ്യുക. ആൻസേഴ്സ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്, ശരി തന്നെയാണ്. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ജസ്റ്റ് ക്ലറിക്കൽ വർക്കാണ്. പക്ഷേ ആ ക്ലറിക്കൽ വർക്ക് നിങ്ങൾ റോൾ നമ്പർ എഴുതിയില്ല, നിങ്ങൾ ആൻസേഴ്സ് ഫുൾ എഴുതി, പ്രത്യേകിച്ച് ആൻസർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. സോ സ്പെൻഡ് സം ടൈം ഓൺ ദാറ്റ്. എസ്പെഷ്യലി ഫസ്റ്റ് എക്സാം ഹറിബറി ഒന്നും ആക്കാൻ നിൽക്കില്ലേ. അതിൽ നിങ്ങൾ സൈൻ ചെയ്യേണ്ട ഏരിയ ഉണ്ട്.
ICAയുടെ ഒഫീഷ്യൽസിൻ്റെ സിഗ്നേച്ചർ ഇടുന്ന ഏരിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് ഏതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്മാച്ച് ആക്കാൻ നിൽക്കില്ല. റോൾ നമ്പർ നമ്മൾ എഴുതാനുള്ളതുണ്ട്, റോൾ നമ്പർ നമ്മൾ ബബിൾ ചെയ്ത് കൊടുക്കാനുള്ളതുണ്ട്. അവിടെയൊക്കെ അറിയാക്കി മിസ്റ്റേക്ക് ആക്കാൻ നിൽക്കില്ല. ടേക്ക് യു ടൈം. ഒരുപാട് റിലാക്സ്ഡ് ആവില്ല, ബട്ട് സ്റ്റിൽ കാമായിട്ട് അത് ഫില്ല് ചെയ്യുക. അതിവിടെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ സ്പെസിമെൻ ICAൻ്റെ സൈറ്റിൽ നിന്ന് സ്പെസിമെൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ ആ ഏരിയയിലേക്കൊന്നും പോയിട്ട് ഈ വീഡിയോ കുറേ ലെങ്തി ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അവിടെ എന്തെങ്കിലും ഫാക്ടേഴ്സിൽ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഡോണ്ട് ഹെസിറ്റേറ്റ്, ഇൻവിജിലേറ്ററോട് ചോദിക്കുക, ഫില്ല് ചെയ്യുക. ദാറ്റ് ഇസ് അബൌട്ട് ദ ഫസ്റ്റ് പേജ്, ഫില്ല് ചെയ്യേണ്ട ഫാക്ടേഴ്സ്. കൂൾ ഓഫ് ടൈമിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് കാഷ്വലി റീഡ് ചെയ്തിട്ടുള്ളായിരുന്നു. ആൻസർ ചെയ്യുമ്പോൾ മേക്ക് ഷുവർ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിട്ടുണ്ട് എന്നുള്ളത്, വേർഡ് ബൈ വേർഡ്. പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു 80% വായിച്ചിട്ട് നമുക്ക് ഇത് എനിക്ക് ഫെമിലർ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണെന്നുണ്ട് നമ്മൾ ആൻസർ ചെയ്യാൻ തുടങ്ങും. ആൻസർ ചെയ്ത് വരുമ്പോഴാണ് ചിലപ്പോൾ ഒരു സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റോ എന്തെങ്കിലും ഉണ്ടാവുക. അവിടെ നമ്മൾ ടൈം വേസ്റ്റ് ആവും ചെയ്യും. പ്ലസ് ടൈം മാനേജ്മെൻറ്റ് മൈൻഡിൽ വെക്കുക. 1 മാർക്ക് 1.8 മിനിറ്റ്, 5 മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ 9 മിനിറ്റ്. അതിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുന്ന ടൈമും പെട്ടു കേട്ടോ. അതിൽ ആൻസർ തീരുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യരുത്. തീരൂല, തീർന്നില്ലെങ്കിൽ സ്പേസ് വിടുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. പെർഫെക്ഷൻ കാര്യങ്ങളൊന്നും പിന്നാലെ പോകരുത്. ഇതൊക്കെ ഞാൻ കണ്ട മൾട്ടിപ്പിൾ ആൻസർ ഷീറ്റ്സിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായ സംഭവമാണ്. പല സ്റ്റുഡൻസ് ചിലപ്പോൾ അങ്ങനെ ആൻസർ അങ്ങനെ എഴുതി വന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു വേർഡ് വിട്ട് പോയിട്ട് ഒരു മറ്റേ ആ വരക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ വേർഡൊക്കെ ഫില്ല് ചെയ്യുക നല്ലത് തന്നെയാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി വാട്ട് ഹാപ്പൻ വാസ് ഏകദേശം സെക്കൻഡ് ലാസ്റ്റ് ആൻസറിലേക്കൊക്കെ എത്തിയപ്പോൾ അത് കംപ്ലീറ്റ് ആയില്ല. ലാസ്റ്റ് ആൻസർ തൊട്ടിട്ട് പോലുമില്ല. അപ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ആൻസർ ഷീറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ സംഭവിച്ചത് എന്നുള്ളത്. സ്റ്റാർട്ടിങ്ങിലുള്ള ആൻസേഴ്സിലൊക്കെ ഭയങ്കര പെർഫെക്ഷൻ ഫോക്കസ് ചെയ്ത് ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്ത് ലാസ്റ്റ് ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. 1 മാർക്ക് 1.8 മിനിറ്റ്. ഞാനൊക്കെ എൻ്റെ അക്കൗണ്ട്സ് പേപ്പറിൽ ജസ്റ്റ് ആ T ഫോർമാറ്റ് പെർട്ടിക്കുലർ അമൗണ്ട് പോലും എഴുതാൻ തന്നിട്ടില്ല. ജസ്റ്റ് ആ ബേസിക് T ഫോർമാറ്റ് ആൻസേഴ്സ് ഫുൾ എഴുതി വെച്ച് ലാസ്റ്റ് 1-2 മിനിറ്റ് മാത്രം ഡെക്കറേഷന്, ബാക്കി ലൈൻ ഫില്ല് ചെയ്യാനും പെർട്ടിക്കുലേഴ്സ് എഴുതാനും അമൗണ്ട് എഴുതാനും മാത്രം യൂസ് ചെയ്തത്. അപ്പോൾ അതിലൊക്കെ പലപ്പോഴും എൻ്റെ പെർട്ടിക്കുലേഴ്സ് എടുക്കുമ്പോൾ PAR മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി TIC എന്നൊന്നും വായിക്കാൻ കിട്ടില്ല. അതൊക്കെ എന്തൊക്കെയോ സിഗ്നേച്ചർ ഇട്ട മാതിരിയേക്കാരം. പക്ഷെ അവിടെ ഇവാലുവേറ്ററിൻ്റെ പെർട്ടിക്കുലേഴ്സിൻ്റെ ഭംഗി കാണാൻ ഇരിക്കണം. അയാൾക്ക് വേണ്ടത് എൻ്റെ ആൻസർ ഷീറ്റാണ്. സോ മേക്ക് ഷുവർ നിങ്ങൾ ആൻസർ ഷീറ്റ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത്. ടൈം മാനേജ്മെൻറ്റ് ഇസ് വെരി ക്രൂഷ്യൽ ഫാക്ടർ. ഓരോ ആൻസർ തുടങ്ങുമ്പോഴും പേപ്പറിൻ്റെ സെൻറ്ററിൽ എഴുതുക ആൻസർ നമ്പർ ഏതാ, അതിൻ്റെ സബ് പോയിന്റ് ഏതാന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആണ്. ബട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യേ വേണ്ട. ക്വസ്റ്റ്യൻ നമ്പർ 1 ചിലപ്പോൾ നിങ്ങളെ കോൺഫിഡൻസ് ടോട്ടലി ഇല്ലാതാക്കും. അത് കമ്പൽസറി ആക്കാനുള്ള റീസണും ഉണ്ട്. അത് ഏറ്റവും ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ ഹൗ ഡു യു സ്റ്റാർട്ട് നൗ? MCQ ഉള്ള പേപ്പേഴ്സൊക്കെ ആണെങ്കിൽ യു ക്യാൻ എയ്തർ നൗ, ഇതൊരു കമ്പൽസറി റൂൾ അല്ല, ഞാൻ ജസ്റ്റ് പറയാണ്. നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആൻസർ ഡിസ്ക്രിപ്റ്റീവ് ആൻസർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് 1-2 ഡിസ്ക്രിപ്റ്റീവ് ആൻസർ എഴുതിയിട്ട് പിന്നെ നിങ്ങൾ MCQ വന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങളെ മൈൻഡിൽ കുറച്ചൊരു യു ഗെറ്റ് എ പോസിറ്റീവ് എനർജി. അതായത് ഓക്കെ, ഒരു 30 മാർക്സിൻ്റെ ആണ് MCQ, ബാക്കി ഡിസ്ക്രിപ്റ്റീവ് നിങ്ങൾ 2 അറ്റൻഡ് ചെയ്തെന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ഒരു 36 മാർക്സിൻ്റെ ഒക്കെ ക്വസ്റ്റൻ ഏകദേശം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ കൂടെ MCQൻ്റെ പോർഷൻ വരുമ്പോൾ ഒരു മേജർ ചങ്ക് നിങ്ങൾ ഇനീഷ്യൽ ഫ്യൂ ഹവേഴ്സിൽ തന്നെ അറ്റൻഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു പോസിറ്റിവിറ്റി വരും. ദിസ് ഈസ് കോമൺലി അഡോപ്റ്റഡ് പ്രാക്ടീസ്. അങ്ങനെ ചെയ്യാം. ഓർ MCQ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഡിസ്ക്രിപ്റ്റീവിലേക്ക് വരാം. ഡിപ്പെൻസ് അപ്പോൺ നിങ്ങൾ കൂൾ ഓഫ് ടൈമിൽ ആൻസർ വായിച്ചിട്ട് എത്രമാത്രം നിങ്ങൾ കംഫർട്ടബിൾ ആണെന്നുള്ളത്. MCQ ക്വസ്റ്റ്യൻസ് വലിയ സ്റ്റോറി ആണെങ്കിൽ ലാസ്റ്റ് റിക്വയർമെൻറ്റ് മാത്രം ആദ്യം വായിക്കുക. സോ ദാറ്റ് യു നോ വെരി വെൽ അവരുടെ റിക്വയർമെൻറ്റ് എന്താ എന്നുള്ളത്. ഇപ്രാവശ്യത്തെ RTP നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാക്കുക. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ MCQ. സ്റ്റോറി കുറേ ഉണ്ട്, പക്ഷേ സ്റ്റോറിൻ്റെ ഒരു ആവശ്യമില്ലാതെ ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനമാണ്. ഈവൻ ഇഫ് കേസ് സ്റ്റഡി വന്നു കഴിഞ്ഞാൽ നമ്മൾ റിക്വയർമെൻറ്റ് വായിക്കുക, എന്നിട്ട് സ്റ്റോറി വായിക്കുക. സോ ദാറ്റ് വി നോ വെരി വെൽ നമ്മൾ എന്താണ് സെർച്ച് ചെയ്യണത് എന്ന് നമുക്ക് വി നോ ഇറ്റ് വെരി വെൽ. ടൈം ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. MCQവിൽ ഒരു ആൻസർ വായിച്ചിട്ട് ഓപ്ഷൻ A വായിച്ചിട്ട് അത് കറക്റ്റ് ആണെന്ന് ഫീൽ ചെയ്താൽ അത് ഫില്ല് ചെയ്യാൻ നിൽക്കരുത്. എല്ലാ ഓപ്ഷൻസും വായിച്ചിട്ട് മാത്രമേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ഏതാണ് ഏറ്റവും ആപ്റ്റ് അത് പിക്ക് ചെയ്യാം. ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സിൽ നമുക്ക് ഫൈനൽ ആൻസർ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് മാർക്കുള്ളൂ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. നിങ്ങളെ വർക്കിംഗ് നോട്ട്സിന് മാർക്കുണ്ട്, അസംഷന് മാർക്കുണ്ട്. മേക്ക് ഷുവർ യു ഗിവ് ഇറ്റ് വെരി വെൽ. നിങ്ങൾ എന്ത് അസംഷൻ്റെ ബേസിസിൽ നിങ്ങൾ ആൻസർ എഴുതിയത് എന്ന് നിങ്ങൾ അവിടെ സ്പെസിഫൈ ചെയ്തു എന്നുള്ളത് മേക്ക് ഷുവർ. ബാക്കി ഇപ്പോൾ ലോ പേപ്പറിലൊക്കെ പ്രൊവിഷൻ, ഫാക്ട്, അനാലിസിസ്, കൺക്ലൂഷൻ, അതൊക്കെ ഇഫ് പോസിബിൾ ടൈം ഉണ്ടെങ്കിൽ ഹെഡിങ് കൊടുത്തിടുക. പ്രൊവിഷൻ എന്നിട്ട് അതിൻ്റെ പാരഗ്രാഫ് എന്താണെന്നുള്ളത്, ഫാക്ട്, അനാലിസിസ്, കൺക്ലൂഷൻ അങ്ങനെ മെൻഷൻ ചെയ്യാം. ലോൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള ഞാൻ സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം. ഇത്രയും ഫാക്ടേഴ്സ് നിങ്ങൾ എക്സാം ഹാളിൽ ശ്രദ്ധിക്കുക. നേരത്തെ എക്സാം തീർന്നാലും നിങ്ങൾക്കൊരു ആൻസർ, വേറെ 1-2 ആൻസർ നിങ്ങൾക്ക് അറിയാത്ത ആൻസേഴ്സ് ഉണ്ടെങ്കിലും 5 o'clock വരെ മേക്ക് ഷുവർ യു സിറ്റ് ഇൻ ദി എക്സാം ഹാൾ. ഇത് നമ്മൾ സാധാരണ എക്സാംസ് പോലെയല്ല. നമ്മൾ അത്യാവശ്യം എഫേർട്ട് ഇട്ടുള്ള ഒരു എക്സാമിനേഷനാണ്. ഒരുപാട് പേർക്ക് നമ്മുടെ അടുത്ത് എക്സ്പെക്റ്റേഷനുള്ള എക്സാമിനേഷനാണ്.
നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. സോ ഈവൻ ഇഫ് യു ഫീൽ ലൈക്ക് എനിക്ക് ഹോപ്പില്ല, ഈ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്കൊന്നും ചെയ്യാനില്ല, ഓൾവേസ് റിമെമ്പർ നിങ്ങൾ എന്തിനീ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമ്മൾ നല്ല പരിചയമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ നമ്മൾ വിചാരിച്ച മാതിരി നമുക്ക് എഴുതാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഒരു എൻറ്റയർ സബ്ജക്റ്റിനെ ചിലപ്പോൾ കൊളായിട്ടുണ്ടാവും. എക്സാംസ് നിങ്ങൾ തുടക്കിട്ട് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് ഉറപ്പ് വരുത്തുക. ഈവൻ ഇഫ് ഫസ്റ്റ് സബ്ജക്റ്റ് ടഫ് ആയാലും മേക്ക് ഷുവർ, പ്രോമിസ് യുവർ സെൽഫ്, നിങ്ങൾ തുടങ്ങിയ എക്സാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത്. കാരണം പലപ്പോഴും പല സ്റ്റുഡൻസിനും ഞാൻ ഏറ്റവും ടഫ് അല്ലെങ്കിൽ ഞാൻ പൊട്ടും എന്ന് ഉറപ്പിച്ച സബ്ജക്റ്റിലാണ് എനിക്ക് എക്സാംഷൻ അടിച്ചത്. സോ CA എക്സാംസ് ഇസ് സംതിങ് വിച്ച് നമുക്ക് വി ആർ നോ വൺ ടു ഇവാലുവേറ്റ് അവർ സെൽഫ്. എന്ത് സംഭവിക്കും, എന്തിൻ്റെ ഔട്ട്കം എന്തായിരിക്കും, നമ്മളൊരിക്കലും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ നിൽക്കാതെ നമ്മൾ എക്സാം എഴുതാൻ വന്നാണ്, എക്സാം എഴുതാൻ തിരിച്ച് പോരാ, ദാറ്റ്സ് ഇറ്റ്. റിസൾട്ട് വാട്ട് എവർ ഇറ്റ് മേ ബി. ഇത്രയും ഫാക്ടേഴ്സ് എക്സാം ഹാളിനെ പറ്റി പറഞ്ഞു. നിങ്ങൾ എക്സാംസ് കഴിഞ്ഞ് പുറത്തിറങ്ങി, ഡെഫിനറ്റ്ലി നേരത്തെ പറഞ്ഞ അതേ ഫ്രണ്ട്സ് ഉണ്ടാവും. കഴിഞ്ഞ എക്സാമിനെ പറ്റി ഒരു ഡിസ്കഷനും നിൽക്കരുത്. വെറുതെ അൺവാണ്ടഡ് നമ്മൾ ചിലപ്പോൾ മാർക്ക് സ്കോർ ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്ത സാധനം ചിലപ്പോൾ അവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അത് ഞാൻ എഴുതിയ തെറ്റാണെന്നുള്ള കൺക്ലൂഷൻ എത്തി. ചിലപ്പോൾ അവരെഴുതിയതേക്കാരം തെറ്റ്. അല്ലെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ യൂട്യൂബിൽ കുറേ പേപ്പർ അനാലിസിസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാൻ നിൽക്കില്ലേ. ഒരു സബ്ജക്റ്റേ കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ലാസ്റ്റ് എക്സാം തീരണ വരെ നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ എക്സാംസിന് വന്ന ആ പേർപ്പസ് കഴിഞ്ഞിട്ടില്ല. വൺ എക്സാം ഇസ് ഓവർ, ഫ്രണ്ട്സുമായിട്ട് ആ പേപ്പറിനെ പറ്റി ഡിസ്കസ് ചെയ്യാനേ നിൽക്കരുത്, അടുത്ത എക്സാമിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഇസ് ഫൈൻ. ഇത്രയും ഫാക്ടേഴ്സ്. നൗ ലൈക്ക് ഐ സെഡ് ഇനിഷ്യലി, കീപ് യുവർ എക്സ്പെക്ടേഷൻസ് ലോ. അത് ഹെൽപ്ഫുൾ ആവും. ആൻഡ് ഇഫ് യു ആർ സംവൺ, നിങ്ങൾ ഈ അറ്റംപ്റ്റ് സ്കിപ്പ് ചെയ്യാൻ തന്നെ തീരുമാനിച്ച ആളായിരുന്നെങ്കിൽ, ഇഫ് യു സ്റ്റേഡ് വിത്ത് മീ ടിൽ ഹിയർ, ഈ വീഡിയോൻ്റെ ലാസ്റ്റ് വരെ നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ, ദർ ഇസ് സംതിങ് ഇൻ യു ദാറ്റ് ഒന്ന് എക്സാം കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു ഫാക്ടർ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ, ദാറ്റ് ഇസ് ഓൺലി റീസൺ വൈ യു ആർ ഹിയർ വിത്ത് മീ ടിൽ നൗ. രജിസ്റ്റർ ചെയ്തതാണ്, പോവുക, എഴുതുക, സ്കിപ്പ് ചെയ്തിട്ടൊന്നും കിട്ടാനില്ല. വേഴ്സ്റ്റ് ടു വേഴ്സ്റ്റ് വാട്ട് വിൽ ഹാപ്പൻ, നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൽ നിന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അടുത്ത എക്സാമിലേക്കുള്ള ഒരു എക്സ്പീരിയൻസ് എങ്കിലും കിട്ടും. ബട്ട് ഐ ക്യാൻ ഗ്യാരണ്ടി യു, എനിക്കറിയുന്ന ഒരുപാട് കേസസിൽ ഹോപ്പ് വിട്ടിട്ട് പോയി എക്സാം എഴുതി പാസ്സായ കേസസ് വരെ ഉണ്ട്. ആൻഡ് CA ഈ കോഴ്സിൻ്റെ നേച്ചർ തന്നെ അങ്ങനെയാണ്. ദിസ് ഇസ് ലൈക്ക് എല്ലാം പഠിച്ച് ഒരു 100% സാറ്റിസ്ഫാക്ഷനിൽ പോയിട്ട് എഴുതുന്ന ഒരു സിനാരിയോ ഭയങ്കര റെയർ ആയിരിക്കും ഇതിൽ. ഈവൻ റാങ്ക് ഹോൾഡേഴ്സ് വരെ ഒരു അറ്റംപ്റ്റ് ഡെഫർ ചെയ്തിട്ട് എക്സാം എഴുതാതിരുന്നാണ്ട് അടുത്ത അറ്റംപ്റ്റിൽ എഴുതിയിട്ട് റാങ്ക് അടിക്കുന്ന കേസാണ് ഭൂരിഭാഗം കേസുള്ളത്. സോ ICAക്കും അറിയാം വോളിയം കൂടുതലാണ്, ടൈം കുറവാണ്. ICA ഞങ്ങളുടെ അടുത്ത് 100% പെർഫെക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമുക്ക് 100 മാർക്സിൻ്റെ പേപ്പറിന് മോർ ദാൻ 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസാണ് അവർ തന്നിട്ടുള്ളത്. 40 മതി നമുക്ക് പാസ്സാവാൻ, അഗ്രിഗേറ്റ് 50. അതെങ്ങനെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞതിൽ ഉണ്ടാവും. അത് നമ്മൾ അസംഷനും വർക്കിംഗ് ഔട്ടും എല്ലാം എഴുതി അതിനുള്ള സാധനം അതിലുണ്ടാവും. നമ്മളായിട്ട് ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ഞാൻ പ്രിപ്പയർഡ് അല്ല എന്ന് ഗസ് ചെയ്ത് മിസ്റ്റേക്സ് വരുത്താതിരുന്നാൽ മതി. ഐ വാസ് ആൻ ആവറേജ് സ്റ്റുഡൻറ്റ്, ഭയങ്കര അടിപൊളി സ്റ്റുഡൻ്റ് ഒന്നും അല്ലായിരുന്നു. ബട്ട് അൽഹംദുലില്ലാഹ് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ 3 സ്റ്റേജും കംപ്ലീറ്റ് ചെയ്ത്. വൺ ഓഫ് ദ ഫാക്ടർ വാസ് എന്നെ സപ്പോർട്ട് ചെയ്ത, എനിക്ക് പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്ന എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാക്കൽറ്റി, അവർ തന്ന ടിപ്സൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. സോ ദിസ് ഇസ് ജസ്റ്റ് വൺ ഫാക്ടർ ഐ വാണ്ടഡ് യു ടു കീപ്പ് ഇൻ മൈൻഡ്. സ്റ്റാർട്ട് ചെയ്ത എക്സാം മേക്ക് ഷുവർ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്, ഇടയിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യരുത്. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്.